നമസ്കാരം സുഹൃത്തുക്കളെ. ഇവിടെ ഇപ്പോൾ നല്ല മഴ പെയ്യുകയാണ്. ഈ ഒരു അവസരത്തിൽ ആശാന്റെ പ്രണയകാവ്യം പോലൊരു കൊറിയൻ സിനിമാ കഥ പറഞ്ഞാലോ? ബന്ധങ്ങളുടെ ആഴങ്ങൾ കാട്ടിത്തരുന്ന ഒരു ഹൃദയഹാരിയായ, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു സിനിമ. നിങ്ങളിൽ പലരും ഇതിനോടകം ഈ സിനിമ കണ്ടിട്ടുണ്ടാവണം. അഥവാ കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായും കാണണം ഈ സിനിമ. 2001 റിലീസ് ചെയ്ത പ്യുവർ സോൾ എന്ന ജാപ്പനീസ് ടെലിവിഷൻ ഡ്രാമയുടെ കഥയെ അടിസ്ഥാനമാക്കി 2004 സൗത്ത് കൊറിയയിൽ റിലീസായ ഒരു റൊമാൻറ്റിക് ഡ്രാമ ഫിലിമാണ് എ മൊമെന്റ് ടു റിമെമ്പർ, അഥവാ ഓർമ്മയ്ക്കായി ഒരു നിമിഷം. അൽഷിമോസ് എന്ന ഭീകരൻ എങ്ങനെ കുടുംബ ബന്ധങ്ങളിൽ വിള്ളലുകൾ സൃഷ്ടിക്കുന്നുവെന്ന് നമുക്കിവിടെ കാണാം. ഈ സിനിമയുടെ പ്രത്യേകത എന്തെന്നാൽ, ഇത് കാണുന്നവരുടെ ഹൃദയത്തിൽ സിനിമ കാണുന്ന നിമിഷങ്ങളിലും അത് കഴിഞ്ഞും ഒരു വല്ലാത്ത വീർപ്പുമുട്ടൽ അനുഭവപ്പെടും. നിങ്ങളോട് ഈ റിവ്യൂ എഴുതുമ്പോൾ തന്നെ എൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ നഷ്ടബോധം തോന്നുന്നുണ്ട്. ഒരുപാട് നിങ്ങൾ കേട്ടിരിക്കാവുന്ന ഈ കഥ ഞാനിവിടെ വീണ്ടും പറയുന്നത്. ഇന്നലെ ഞാൻ വളരെ യാദൃച്ഛികമായി ഈ സിനിമയുടെ പോസ്റ്റർ ഓൺലൈൻ സൈറ്റിൽ കാണുകയുണ്ടായി. ഇതിലെ നായകനെ എനിക്ക് വീണ്ടും ഓർമ്മ വന്നുകൊണ്ടിരുന്നു. ആ മുഖം എങ്ങനെ മറക്കാനാണ്? ഒരുപക്ഷെ നിങ്ങളും ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ ആ നായികയുടെ മുഖത്തേക്കാൾ ഉപരി നിങ്ങൾക്ക് ആ നായകൻ്റെ മുഖം മറക്കാനാവില്ല അല്ലേ? എൻ്റെ മനസ്സിൻ്റെ ഭാരമാണ് ഞാനിവിടെ ഇറക്കി വെക്കുന്നത്. വരൂ, എൻ്റെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ഈ സിനിമയിലെ നിമിഷങ്ങൾ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കട്ടെ. സ്വാഗതം. സിനിമ തുടങ്ങുമ്പോൾ നമ്മുടെ നായിക ഒരു റെയിൽവേ സ്റ്റേഷനിൽ തൻ്റെ കാമുകനായി കാത്തിരിക്കുന്നതായാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ഏറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം നിരാശയായി അവൾ അവിടെ നിന്ന് മടങ്ങുന്നു. വഴിയിൽ കാണുന്നൊരു ഷോപ്പിൽ നിന്ന് അവൾ ഒരു കോക്ക് വാങ്ങുന്നു. എന്നാൽ എന്തൊക്കെയോ ആലോചിച്ച് ആ കോക്കടിക്കാൻ മറന്ന് അവൾ ഷോപ്പിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. കുറച്ചു ദൂരം ചെന്നപ്പോൾ താൻ അവിടെ കോക്ക് മറന്നു വച്ച് തോർമ്മിച്ച് അവൾ തിരികെ വരുന്നു. ഡോറിനടുത്തെത്തിയപ്പോൾ ആ ഷോപ്പിൽ നിന്നൊരു യുവാവ് കയ്യിലൊരു കോക്കുമായി പുറത്തേക്ക് ഇറങ്ങുന്നതാണ് അവൾ കണ്ടത്. തൻ്റെ കോക്കാണ് അവൻ്റെ കയ്യിലുള്ളതെന്ന് തെറ്റിദ്ധരിച്ച് അവൾ അവൻ്റെ കയ്യിൽ നിന്നും അത് വാങ്ങി കുടിക്കുന്നു. കൂസലില്ലാതെ തിരിഞ്ഞു നടന്നു പോകുന്നു. അവനാണെങ്കിൽ ഇതാരാണപ്പ എന്ന മട്ടിൽ നോക്കി നിൽക്കുന്നു. തിരികെ ബസ് സ്റ്റോപ്പിൽ ചെന്ന് ബസ്സിൽ കയറുന്ന അവൾ തൻ്റെ ബാഗിലെ പേഴ്സ് തപ്പുമ്പോഴാണ് പേഴ്സ് ആ ഷോപ്പിൽ മറന്നു വെച്ച കാര്യം ഓർക്കുന്നത്. വീണ്ടും ബസ്സിൽ നിന്നിറങ്ങി അവൾ ആ ഷോപ്പിലെത്തുന്നു. അപ്പോൾ കടക്കാരൻ അവൾക്ക് അവളുടെ പേഴ്സും കൂടെ അവൾ ഷോപ്പിൽ മറന്നു വെച്ച കോക്കും കൊടുക്കുന്നു. താൻ നേരത്തെ കണ്ട വ്യക്തിയെ തെറ്റിദ്ധരിച്ച് അയാളുടെ കോക്കാണ് കുടിച്ചതെന്ന് അവൾ മനസ്സിലാക്കുന്നു. ആ വ്യക്തി ആരാണെന്ന് പോലും അറിയാൻ കഴിയാതെ അവൾ മടങ്ങുന്നു. അവൾ ഉപേക്ഷിച്ചു പോയ സ്വന്തം വീട്ടിലേക്കാണ് മടങ്ങി ചെല്ലുന്നത്. നമ്മുടെ നായിക സ്വന്തം ഇഷ്ടപ്രകാരം കാമുകനോടൊപ്പം ജീവിക്കാൻ വീട് വിട്ടു പോയതാണെന്ന് അറിഞ്ഞിട്ടുകൂടി അവളുടെ കുടുംബവും ആ ദുരവസ്ഥയിൽ അവൾക്ക് തുണയാകുന്നു. അവളൊരു ഫാഷൻ ഡിസൈനറായി അത്യാവശ്യം നല്ലൊരു കമ്പനിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു. എന്നാൽ ഈ സംഭവത്തോടു കൂടി അവൾ തൻ്റെ ജോലിസ്ഥലം ഉപേക്ഷിക്കാൻ തയ്യാറാവുന്നു. എന്നാൽ അവളുടെ ചില നല്ല സുഹൃത്തുക്കൾ അവളോട് സമയത്തിന് സുഖപ്പെടുത്താൻ കഴിയാത്ത മുറിവുകൾ കുറവാണെന്നും സമയം കടന്നു പോകുമ്പോൾ നീ നിന്റെ കാമുകനെ മറന്നുകൊള്ളുമെന്നും ഉപദേശിക്കുന്നു. കുറച്ചു മാസങ്ങൾക്ക് ശേഷം അവൾ പതിയെ കാമുകൻ്റെ ചതിയിൽ നിന്നുള്ള ട്രോമയിൽ നിന്നും പുറത്തു കടക്കുന്നു. അങ്ങനെയിരിക്കെ ഒരിക്കൽ നമ്മുടെ നായിക അവളുടെ അച്ഛൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് പോകുന്നു. അവിടെ കാറിൽ പുറത്ത് വെയിറ്റ് ചെയ്യുന്ന അവൾ ഒരു യുവാവിനെ കാണുന്നു. അവൻ്റെ മുഖം അവൾക്ക് നല്ല മുൻപരിചയം തോന്നുന്നുണ്ടെങ്കിലും എത്ര ആലോചിച്ചിട്ടും അത് ആരാണെന്നും എവിടെ വെച്ച് കണ്ടുമുട്ടിയതാണെന്നും അവൾക്ക് മനസ്സിലാവുന്നില്ല. ആ യുവാവാണ് നമ്മുടെ കഥാനായകൻ. അവൾ കുറച്ചുനാൾ മുൻപ് ആ ഷോപ്പിൽ വെച്ച് കണ്ടുമുട്ടിയ അതേ ആൾ. അവൻ നമ്മുടെ നായികയുടെ അച്ഛൻ്റെ കൺസ്ട്രക്ഷൻ സൈറ്റിൽ കാർപ്പൻ്ററായി ജോലി ചെയ്ത് വരികയായിരുന്നു. എന്നാൽ വലിയൊരു ആർക്കിടെക്റ്റ് ആവുക എന്നതാണ് അവൻ്റെ സ്വപ്നം. അതിനായി അവൻ പരിശ്രമിക്കുന്നുമുണ്ട്. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ നമ്മുടെ നായിക വർക്ക് ചെയ്യുന്ന കമ്പനിയിലേക്ക് ഒരു കാർപ്പൻ്ററിനെ ആവശ്യമായി വരുന്നു. അവൾ തൻ്റെ അച്ഛനെ വിളിക്കുന്നു. അദ്ദേഹം നമ്മുടെ നായകനെ റെക്കമെൻഡ് ചെയ്യുകയും ചെയ്യുന്നു. പക്ഷേ അവൻ വലിയ കർക്കശക്കാരനാണെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മുൻവിധി. അങ്ങനെ നമ്മുടെ നായകൻ കാർപ്പൻ്ററി വർക്കിനായി അവളുടെ ഓഫീസിലെത്തുന്നു. അവൻ ലിഫ്റ്റ് തുറന്നു വരുന്ന കാണുന്ന നായികയ്ക്ക് അന്ന് ഷോപ്പിൽ നിന്നും ഡോർ തുറന്നു വരുന്ന അവൻ്റെ മുഖം ഓർമ്മ വരുന്നു. ഒരു ചമ്മലോടെ അവനെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടി അവൾ ഒളിച്ചു നിൽക്കുന്നു. പ്രശ്നം ഒരു കോക്കിൻ്റെ ആയതിനാൽ സോൾവ് ചെയ്യാനായി പകരമൊരെണ്ണം വാങ്ങി നൽകുകയും പോറി പറയുകയും ചെയ്യാമെന്ന് അവൾ വിചാരിക്കുന്നു. അതിനായി അവൾ അടുത്ത ഷോപ്പിൽ പോകുന്നു. അവിടെ നിന്നും കോക്ക് വാങ്ങി മടങ്ങുന്ന അവളുടെ കയ്യിൽ നിന്നും അവളെന്ന് എങ്ങനെയാണോ അവൻ്റെ കയ്യിൽ നിന്നും അത് തട്ടിപ്പറിച്ചത് അതുപോലെ അവനും ചെയ്യുന്നു. അത് മുഴുവൻ കുടിച്ച് ഒഴിഞ്ഞ ബോട്ടിൽ അവളുടെ കയ്യിൽ വെച്ചു കൊടുക്കുന്നു.
ഈ ഇൻസിഡന്റ് ഓർത്തുകൊണ്ട് അവൾ ചിരിച്ചുകൊണ്ട് വഴിയരികിലൂടെ നടക്കുമ്പോൾ വീണ്ടും അവനെ കണ്ടുമുട്ടുന്നു. അവൾ സംസാരിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കുമ്പോൾ ബൈക്കിൽ വന്നൊരാൾ അവളുടെ ബാഗ് മോഷ്ടിച്ച് കടന്നു കളയാൻ ഒരുങ്ങുന്നു. ഇത് കാണുന്ന നമ്മുടെ നായകൻ സ്ഥിരം നമ്മുടെ സിനിമാ കഥകളിലെ പോലെ അവനെ ഇടിച്ചിട്ട് നായികയുടെ ബാഗ് തിരികെ നൽകി. ശേഷം അവൻ അവൾക്കൊരു ലിഫ്റ്റ് ഓഫർ ചെയ്യുന്നു. എന്നാൽ ആ വണ്ടി ഒന്ന് കാണേണ്ടത് തന്നെയാണ്. ആ വണ്ടി നിറയെ അവൻ്റെ കാർപ്പൻട്രി വർക്കിൻ്റെ പണി സാധനങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു. ആ തടി കഷ്ണങ്ങളുടെ ഇടയിൽ അഡ്ജസ്റ്റ് ചെയ്ത് അവളും ഇരുന്നു. അവർക്ക് രണ്ടുപേർക്കും പരസ്പരം ഫീലിങ്സ് തോന്നുന്നത് നമ്മൾ പ്രേക്ഷകരിലേക്കും സംവിധായകൻ മനോഹരമായി എത്തിക്കുന്നുണ്ട്. പിറ്റേ ദിവസം അവനെ പ്രതീക്ഷിച്ച് അവൾ നന്നായി ഒരുങ്ങി ഓഫീസിലെത്തുന്നു. എന്നാൽ അന്ന് അവൻ അവിടെ ജോലിക്കായി വരുന്നില്ല. ശേഷം അവനെ തിരക്കിയിറങ്ങുന്ന നമ്മുടെ നായിക അവൻ്റെ ഒരു ചെറിയ ഭക്ഷണശാലയിൽ കണ്ടുമുട്ടുന്നു. അവൻ്റെ കൂടെ തൊട്ടടുത്തായി അവളും ചെന്നിരിക്കുന്നു. അവൻ പെട്ടെന്ന് അവളുടെ നേരെ തിരിഞ്ഞ് ഒരു ഡ്രിങ്ക് അവളുടെ നേരെ നീട്ടി. ഈ ഡ്രിങ്ക് മുഴുവനായി നീ കുടിക്കുകയാണെങ്കിൽ ഞാൻ ജീവിത അവസാനം വരെ നിൻ്റെ കൂടെ ഉണ്ടാകും, ഇല്ലെങ്കിൽ വി ക്യാൻ സ്റ്റോപ്പ് ഇറ്റ് ഹിയർ എന്ന് പറയുന്നു. അവൾ ആ ഡ്രിങ്ക് മുഴുവൻ ഒറ്റ ശ്വാസത്തിൽ കുടിച്ചു തീർക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ഇവരുടെ ആഹ്ലാദകരമായ സുന്ദര പ്രണയ നിമിഷങ്ങളാണ്. ഒട്ടും ഓവറാക്കാതെ നമ്മളിൽ പ്രണയമെന്ന അനുഭൂതി ജനിപ്പിക്കും വിധം ഈ സീനുകളൊക്കെ ഭംഗിയായി എടുത്തു വച്ചിരിക്കുന്നു ഈ സിനിമയിൽ. ഒരു ദിവസം നായകൻ അവളെ തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. അലങ്കോലമായി കിടക്കുന്ന ആ വീടിൻ്റെ എല്ലാ വശവും അവൾ നോക്കിക്കാണാൻ തുടങ്ങി. അവിടെയുള്ള ഒരു ഡ്രോയർ മാത്രം തുറക്കരുതെന്ന് നായകൻ അവളെ വിലക്കുന്നു. അവൻ താൻ ആർക്കിടെക്റ്റ് ആവാനുള്ള എക്സാമിന് പഠിക്കുകയാണെന്ന് അവളോട് പറയുന്നു. വളരെ അടുത്ത് കഴിഞ്ഞപ്പോൾ നായിക തൻ്റെ മുൻ കാമുകനെ പറ്റി നായകനോട് പറയുന്നു. തൻ്റെ പ്രണയം തെറ്റായിരുന്നുവെന്ന് പറയുന്ന നായികയോട് പ്രണയം ഒരിക്കലും തെറ്റായൊരു ഏർപ്പാടല്ലെന്നും പ്രണയത്തിൽ ഏർപ്പെടുന്ന വ്യക്തികൾ പ്രണയത്തോട് നീതി പുലർത്തുന്നവരാവണമെന്നും അവൻ പറഞ്ഞു. അവൾക്കൊരു കാമുകനുണ്ടായിരുന്നു എന്നത് അവനൊരു പ്രശ്നമേ അല്ലായിരുന്നു. നായികയുടെ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ ശ്രദ്ധിച്ച അവളുടെ അച്ഛൻ കാര്യങ്ങൾ തിരക്കുന്നു. വിവരങ്ങൾ അറിഞ്ഞ അദ്ദേഹം നായകനെ നേരിൽ കാണണമെന്ന് പറയുന്നു. അച്ഛനെയും നായകനെയും കണ്ടുമുട്ടിക്കാൻ അവൾ നമ്മുടെ നായകനെ ഒരു റെസ്റ്റോറൻറ്റിൽ എത്തിക്കുന്നു. ഒരു ആർക്കിടെക്ട് ലൈസൻസ് എടുത്തതിനു ശേഷം മതിയായിരുന്നു ഈ കൂടിക്കാഴ്ച എന്ന അവൻ്റെ ചിന്ത അവളുടെ നിർബന്ധത്തിന് വഴങ്ങി അവന് മാറ്റേണ്ടതായി വന്നു. ആ റെസ്റ്റോറൻറ്റിൽ വച്ച് പരസ്പരം കാണുമ്പോഴാണ് തൻ്റെ ബോസിൻ്റെ മകളാണ് നായിക എന്നത് നായകനും തൻ്റെ ഒരു വർക്കർ മാത്രമാണ് മകൾ പ്രണയിക്കുന്ന ആളെന്നും നായികയുടെ അച്ഛനും അറിയുന്നത്. ആ ഷോക്കിൽ അദ്ദേഹം പരുഷമായി അവനോട് പെരുമാറുന്നു. അവനെ ജോലിയിൽ നിന്നും പിരിച്ചുവിടുകയാണെന്നും അറിയിക്കുന്നു. ഇതൊക്കെ കേട്ട് ടെൻസ്ഡായ നമ്മുടെ നായിക വാഷ്റൂമിലേക്കെന്ന് പറഞ്ഞു പോകുന്നു. എന്നാൽ വാഷ്റൂമിലെന്ന് പറഞ്ഞു പോയ അവൾ റെസ്റ്റോറൻറ്റിന് പുറത്തേക്കാണ് എത്തുന്നത്. അപ്പോൾ അവിടെ മഴ തകർത്ത് പെയ്യുന്നുണ്ടായിരുന്നു. എന്തൊക്കെയോ അസ്വസ്ഥത അവളുടെ മുഖത്ത് നിഴലിക്കുന്നു. അവൾ അറിയാതെ യൂറിൻ പാസ് ചെയ്യുന്നു. എന്നാൽ മഴയായതിനാൽ ആരും അത് അറിയുന്നില്ല. അവൾ പെട്ടെന്ന് മയങ്ങി താഴെ വീഴുന്നു. എന്നാൽ ഇത് അവളുടെ അനിയത്തി കാണുന്നു. ഇതറിയുന്ന ഫാമിലി മെമ്പേഴ്സിനേക്കാൾ വേഗത്തിൽ നമ്മുടെ നായകൻ ഓടിച്ചെന്ന് അവളെ തൻ്റെ കൈകളിൽ കോരിയെടുത്ത് ഹോസ്പിറ്റലിലേക്ക് ഓടുന്നു. ഹോസ്പിറ്റലിൽ വച്ച് ബോധം വീണ്ടെടുക്കുന്ന നായകനെ വാരിപ്പുണരുന്നു. എന്നിട്ട് പൊട്ടിക്കരയുന്നു. ഇത് കാണുന്ന നായികയുടെ അച്ഛന് ഇവരുടേത് ആത്മാർത്ഥ പ്രണയമാണ് തിരിച്ചറിയുന്നു. അദ്ദേഹം അവരുടെ വിവാഹത്തിന് സമ്മതം മൂളുന്നു. അങ്ങനെ അവരുടെ വിവാഹം മംഗളമായി നടക്കുന്നു. അവർ തമ്മിൽ ഒരുപാട് മനോഹരമായ നിമിഷങ്ങൾ പങ്കുവച്ച് ജീവിതം മുന്നോട്ട് നീങ്ങുന്നു. ഇതിനിടയിൽ തന്നെ നായകൻ എക്സാം പാസ്സായി ലൈസൻസും നേടുന്നു. നായികയുടെ അച്ഛൻ്റെ റെക്കമെൻഡേഷൻ വഴി അവന് വലിയൊരു പ്രോജക്റ്റ് പ്രപ്പോസലും കിട്ടുന്നു. അതിൻ്റെ ഒരു മോഡൽ പ്രസൻറ്റ് ചെയ്യാനായി അവൻ തയ്യാറെടുക്കുന്നു. അവൻ്റെ ഓരോ ചുവടുവയ്പിലും നായിക ഒപ്പം തന്നെ നിൽക്കുന്നു. നായകൻ്റെ വർക്ക് ഇഷ്ടപ്പെട്ട കമ്പനി അവൻ്റെ ഇൻസ്പിറേഷൻ ആരാണെന്ന് ചോദിക്കുമ്പോൾ ലവലേശം സംശയമില്ലാതെ നായികയുടെ പേരവൻ പറയുന്നു. നായകൻ്റെ മോഡലും പ്രസൻറ്റേഷനും ആത്മാർത്ഥതയും എല്ലാം ഇഷ്ടപ്പെട്ട അതോറിറ്റീസ് പ്രോജക്റ്റ് അപ്രൂവ് ചെയ്യുന്നു. അങ്ങനെ അവരുടെ ജീവിതം പതിയെ പതിയെ സാമ്പത്തിക സ്ഥിരത കൈവരിക്കാൻ തുടങ്ങി. അങ്ങനെയിരിക്കെ ഒരു ദിവസം അടുക്കളയിൽ പാചകം നടത്തുന്നതിനിടയിൽ നായിക സ്റ്റൗ ഓഫ് ചെയ്യാൻ മറക്കുകയും പാത്രങ്ങളൊക്കെ കരിഞ്ഞു പോവുകയും ചെയ്യുന്നു. ഇത് അവളുടെ അശ്രദ്ധയായി എടുത്ത നായകൻ എന്തിന് നായിക പോലും ലാഘവത്തോടെ ആ സംഭവത്തെ തള്ളിക്കളയുന്നു. പക്ഷേ ഒരിക്കൽ അവൾ തൻ്റെ കൂട്ടുകാരോടായി താൻ വീട്ടിലേക്കുള്ള വഴി മറന്നുപോയി എന്ന് പറയുമ്പോൾ അവർ അതൊരു തമാശയായി കണ്ട് അവളെ കളിയാക്കുന്നു. തിരികെ വീട്ടിലെത്തുന്ന അവൾ കാണുന്നത് വീട്ടിലെ കബോർഡുകളും ഷെൽഫുകളും ഒക്കെ രൂപമാറ്റം വരുത്തിയിരിക്കുന്നതാണ്. കുറച്ചുകൂടി എല്ലാം മനോഹരമാക്കി തീർത്തിരിക്കുന്നു നമ്മുടെ നായകൻ. എന്നാൽ അത് കണ്ട് അവൾ ആശയക്കുഴപ്പത്തിലാകുന്നു.
താൻ വീട് മാറി വന്നു എന്നാണ് അവൾ ആദ്യം കരുതുന്നത്. പിന്നീട് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന അവൾ തനിക്ക് എന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കി ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നു. ഡോക്ടറിനോടായി അവൾ തൻ്റെ പാസ്റ്റ് ലൈഫ് പറയുന്നു. അവളും കാമുകനും വീട് വിട്ട് ഒളിച്ചോടാൻ പദ്ധതിയിട്ടപ്പോൾ കാമുകൻ്റെ ഭാര്യ വന്നു. അവളെ ഒരുപാട് ഉപദ്രവിച്ചു. എന്നാൽ അവരുടെ ശാരീരിക ഉപദ്രവത്തേക്കാൾ അവളെ വേദനിപ്പിച്ചത് കാമുകൻ്റെ ചതിയായിരുന്നു. അയാൾ ഒരിക്കൽ പോലും തനിക്കൊരു കുടുംബമുള്ളതായി നായികയോട് പറഞ്ഞിട്ടില്ലായിരുന്നു. എല്ലാം തകർന്ന് മനസ്സ് കൈവിട്ടു പോകാൻ തുടങ്ങിയപ്പോൾ തൻ്റെ കുടുംബമാണ് തന്നെ പതിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതെന്നും ഇപ്പോൾ തന്നെ ഇഷ്ടപ്പെടുന്ന ഒരാളെ വിവാഹം ചെയ്ത് സന്തോഷത്തോടെ ജീവിക്കുകയാണെന്നും അവൾ ഡോക്ടറിനോടായി പറയുന്നു. ഡോക്ടർ അവളോടായി കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഇന്നത്തെ ഡേറ്റ് എന്താണെന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് ഓർക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അടുത്തതായി അനിയത്തിയുടെ ജനനദിവസം ഏതാണെന്ന് ചോദിക്കുന്നു. അത്രയും പ്രിയപ്പെട്ട അനിയത്തിയുടെ ജനനദിവസവും അവൾ മറന്നുപോയിരിക്കുന്നു. അതും അവൾക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. തൽക്കാലം മടങ്ങിപ്പോകാനും ഒരാഴ്ച കഴിഞ്ഞ് വരാനും പറഞ്ഞ് ഡോക്ടർ അവളെ വീട്ടിലേക്ക് വിടുന്നു. ഇതിനിടയിൽ ഒരു ദിവസം നായകൻ്റെ അമ്മ അവനെ തേടി വീട്ടിലേക്ക് എത്തുന്നു. അവർ കുട്ടിയായ നായകനെ ഉപേക്ഷിച്ച് രണ്ടാം വിവാഹം ചെയ്തവരായിരുന്നു. ഇപ്പോൾ അവർ തിരികെ വന്നത് മകനോടുള്ള സ്നേഹം പുതുക്കാനൊന്നുമായിരുന്നില്ല. അവർക്ക് ഒരുപാട് കടങ്ങളുണ്ടായിരുന്നു. ആ കടങ്ങളൊക്കെ തീർക്കാൻ സഹായിക്കണമെന്ന് നായകനോട് അഭ്യർത്ഥിക്കാനായിരുന്നു അവർ വന്നത്. പക്ഷെ നായകൻ അവരെ ഒഴിവാക്കി വിടുന്നു. പിന്നീടൊരിക്കൽ നായകനും നായികയും ഒരുമിച്ച് അവനെ കാർപ്പൻട്രി വർക്ക്സൊക്കെ പഠിപ്പിച്ച ഗുരുവിനെ കാണാൻ പോകുന്നു. ഗുരുവിൻ്റെ പ്രിയ ശിഷ്യനായിരുന്നു അവൻ. അവിടെ വച്ചാണ് നായകൻ്റെ അമ്മയെപ്പറ്റി അവൾ അറിയുന്നത്. തിരികെ വീട്ടിലെത്തിയ അവൻ തുറക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ഡ്രോയർ തുറക്കുന്നു. അപ്പോൾ അവൾക്ക് അവൻ്റെ അമ്മയുടെ വിവരങ്ങൾ കിട്ടുന്നു. അവൾ നായകനെ സമീപിച്ച് അവൻ്റെ അമ്മയെപ്പറ്റി ചോദിക്കുമ്പോൾ അവൻ നായികയോട് ദേഷ്യപ്പെടുകയാണുണ്ടായത്. എന്നാൽ അവൻ അവളോടായി പറയുന്നു, നമ്മൾ മനുഷ്യർക്ക് മറ്റുള്ള ജീവിവർഗങ്ങളെക്കാൾ നിരവധി പ്രത്യേകതകളുണ്ട്. അതിലൊന്ന് സ്നേഹിക്കാനുള്ള കഴിവാണ്. അതുപോലെ മറ്റൊന്ന്, നമുക്ക് മറ്റുള്ളവർ ചെയ്ത തെറ്റുകൾ പൊറുക്കാനുള്ള വിശാല മനസ്സും ദൈവം നൽകിയിട്ടുണ്ട് എന്നതാണ്. എന്നിട്ട് അവൾ തൻ്റെ ജീവിതത്തെ ഒരു ആർക്കിടെക്റ്റ് വർക്കുമായി താരതമ്യം ചെയ്യുന്നു. അവളുടെ അച്ഛൻ അവളോടായി പറഞ്ഞിട്ടുണ്ടത്രേ, ഒരു ആർക്കിടെക്റ്റിന് മനസ്സിൽ അവൻ നിർമ്മിക്കുന്ന വീട്ടിൽ അവൻ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും പ്രത്യേകം സ്ഥലം നീക്കിവെക്കും. എന്തൊക്കെ തെറ്റുകൾ ചെയ്തുവെന്ന് പറഞ്ഞാലും അവരുടെ സ്ഥലം ആ ആർക്കിടെക്റ്റ് അവർക്കായി ഡിസൈൻ ചെയ്തതുപോലെ അവിടെ തന്നെ ഉണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വീട്ടുകാരെ എല്ലാം ഉപേക്ഷിച്ച് പോയിട്ടും തിരികെ വന്നപ്പോൾ എൻ്റെ അച്ഛൻ എന്നെ സ്വീകരിച്ചത്. നീയും നിൻ്റെ അമ്മയോട് ക്ഷമിക്കണമെന്ന് അവൾ പറയുന്നു. അവർ അവരുടെ ഇതുവരെയുള്ള സമ്പാദ്യം മുഴുവൻ കടം വീട്ടാനായി വിനിയോഗിക്കുന്നു. അവരുടെ സേവിങ്സ് മുഴുവൻ ഒറ്റയടിക്ക് കൈവിട്ടു പോയതിൽ നായകൻ നിരാശനാകുന്നു. നായിക അപ്പോഴും ആരോടും പറയാതെ ഡോക്ടറിനെ ഇടയ്ക്ക് കാണാൻ പോകും. അദ്ദേഹം എല്ലാ തവണയും ഓരോ ചോദ്യങ്ങൾ അവളോട് ചോദിക്കും. ആദ്യമൊക്കെ ഉത്തരങ്ങൾ മാത്രം മറന്നുപോയിരുന്ന അവൾ പതിയെ ഡോക്ടർ ചോദിച്ച ചോദ്യം എന്തെന്ന് പോലും അടുത്ത നിമിഷം മറന്നു പോകാൻ തുടങ്ങി. അങ്ങനെയിരിക്കെ ഒരിക്കൽ നായികയുടെ ഓഫീസ് ഹെഡായി അവളുടെ പഴയ കാമുകൻ ചുമതലയേൽക്കുന്നു. അവളെ കാണുന്നതും എന്തുകൊണ്ടാണ് തനിക്കെന്ന് റെയിൽവേ സ്റ്റേഷനിൽ വരാൻ സാധിക്കാത്തതെന്ന് അയാൾ പറയാൻ തുടങ്ങുന്നു. പക്ഷെ അപ്പോഴേക്കും അവൾ അവിടം വിട്ടു പോകുന്നു. നമ്മുടെ നായകന് നായികയുടെ ചില പ്രവൃത്തികളിൽ അസ്വാഭാവികത തോന്നുന്നു. തീരെ ചെറിയ കാര്യങ്ങൾ പോലും അവൾ മറന്നു പോകുന്നത് അവനെ വല്ലാതെ അലട്ടുന്നു. പിന്നീട് ഡോക്ടറെ കാണുന്ന നായികയോട് ഡോക്ടർ അവൾക്ക് അൽഷിമേഴ്സ് രോഗമാണെന്ന് സ്ഥിരീകരിക്കുന്നു. പതിയെ അവൾ മരണത്തിലേക്കാണ് അടുക്കുന്നതെന്നും അതിലേറെ സങ്കടകരമായ കാര്യം മരണത്തിനു മുമ്പ് അവളുടെ ഓർമ്മകൾ പൂർണ്ണമായി നഷ്ടപ്പെടുമെന്നും പറയുന്നു. ആദ്യം മറന്നു പോകുന്നത് അടുത്തിടെ നടന്ന കാര്യങ്ങളായിരിക്കും എന്നവൾക്ക് ഡോക്ടർ പറഞ്ഞു കൊടുക്കുന്നു. വഴിയിലൂടെ നടന്നു പോകുമ്പോൾ അവൾ സങ്കടം സഹിക്കാനാവാതെ പൊട്ടിക്കരയുന്നു. എന്തെന്നാൽ അടുത്തിടെയാണ് അവരുടെ വിവാഹം നടന്നത്. അവളുടെ ലൈഫിലെ ഏറ്റവും പ്രഷ്യസായ ടൈമിലൂടെയാണ് അവളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നായകനെ കണ്ടുമുട്ടിയതും ജീവിതം ആരംഭിച്ചതും ഇപ്പോൾ ജീവിക്കുന്നതും മറന്നു പോവുക എന്നത് അവൾക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. വീട്ടിലെത്തുന്ന നായകനുമായി ചേർന്ന് കിടക്കുന്നു. തനിക്ക് അവനുമായി കുറച്ചുകൂടി സമയം ചെലവഴിക്കാൻ ആഗ്രഹമുണ്ടെന്നും അതുകൊണ്ട് അവൾ ജോലി ഉപേക്ഷിക്കുകയാണെന്നും അവനോട് പറയുന്നു. അവൻ അവളുടെ അഭിപ്രായത്തെ അനുകൂലിക്കുന്നു. എന്നാൽ നായിക ജോലി ഉപേക്ഷിക്കുകയാണെന്നറിഞ്ഞ മുൻ കാമുകൻ
താൻ കമ്പനിയിൽ ജോയിൻ ചെയ്തതുകൊണ്ടാണ് നായിക ഈ തീരുമാനമെടുത്തതെന്ന് തെറ്റിദ്ധരിക്കുന്നു. അയാൾ അവളെ കാര്യങ്ങൾ വിശദമായി ചോദിച്ചറിയാൻ ഓഫീസിലേക്ക് വിളിപ്പിക്കുന്നു. ഓഫീസിലേക്ക് പോകുന്ന വഴിയിൽ വച്ച് അവൾക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നു. പെട്ടെന്ന് അവൾ ഈയിടെ നടന്ന കാര്യങ്ങളെല്ലാം മറന്നുപോകുന്നു. അവളുടെ ഓർമ്മകൾ 2 വർഷം പിറകിലോട് സഞ്ചരിക്കുന്നു. അപ്പോഴാണ് വഴിയിൽ വച്ച് തനിക്ക് നേരെ വരുന്ന മുൻ കാമുകനെ അവൾ കാണുന്നത്. അവർ തമ്മിൽ പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണിതെന്നായിരുന്നു അവളുടെ ഓർമ്മയിൽ തെളിഞ്ഞത്. അവൾ ഓടി അയാളുടെ അടുത്തെത്തുന്നു. അവർ നേരെ പോയി ഒരു ബെഞ്ചിലിരിക്കുന്നു. പരസ്പരം സംസാരിക്കുന്നു. അയാൾ അവളോടായി നമുക്ക് 2 വർഷം മുൻപ് സ്നേഹിച്ചിരുന്നത് പോലെ ഒന്നുകൂടി പരസ്പരം സ്നേഹിക്കാമോ എന്ന് ചോദിക്കുന്നു. പെട്ടെന്നാണ് നായികയ്ക്ക് എല്ലാം ഓർമ്മ വരുന്നത്. താൻ നായകനെ കണ്ടുമുട്ടുന്നുണ്ടായ സാഹചര്യം, തങ്ങളുടെ വിവാഹം, ജീവിതം എല്ലാം അവൾക്ക് ഓർമ്മ വരുന്നു. അവൾ അവിടെ നിന്നും ഓടിപ്പോകുന്നു. ഡോക്ടർ ഇത് അവളോട് മുൻപേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർമ്മകൾ മറന്നു പോകുമെങ്കിലും എന്തെങ്കിലും വാക്കോ വ്യക്തിയോ ഏതെങ്കിലും പ്രവൃത്തിയോ കടന്നുപോയ സാഹചര്യങ്ങളോ എന്തെങ്കിലും കാണുകയാണെങ്കിൽ ഒരുപക്ഷെ ഓർമ്മകൾ തിരിച്ചു വരുമെന്ന്. പക്ഷെ അതും പതിയെ പതിയെ ഇല്ലാതാവും. നായകന് സ്ഥിരമായി അവൾ ലഞ്ച് കൊടുത്തു വിടുമായിരുന്നു. ഒരു ദിവസം ലഞ്ച് തുറക്കുമ്പോൾ 2 പാത്രങ്ങളിലായി ചോറ് മാത്രമായിരുന്നു അവൾ കൊടുത്തുവിട്ടത്. കറികളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അവന് പിന്നെയും സംശയങ്ങൾ തോന്നി. അങ്ങനെ ഒടുവിൽ അവൻ അവളെ ചികിത്സിക്കുന്ന ഡോക്ടറിനെ കണ്ടെത്തി. ഡോക്ടർ അവനോടായി നായികയ്ക്ക് അൽഷിമേഴ്സ് ആണെന്ന് പറയുന്നു. അവൾ പതിയെ എല്ലാം മറക്കുകയാണെന്ന് അറിയുന്ന അവൻ തൻ്റെ സകല നിയന്ത്രണവും വിട്ട് ഡോക്ടറിനെ കൈകാര്യം ചെയ്യുന്നു. പെട്ടെന്നുള്ള ഷോക്കിൽ നിന്നും മുക്തനായ അവനോടായി തൻ്റെ ഭാര്യയ്ക്കും അൽഷിമേഴ്സ് ആയിരുന്നുവെന്ന കാര്യം ഡോക്ടർ പറയുന്നു. ഒരു ദിവസം അവർ ഡോക്ടറുടെ മുഖത്ത് നോക്കി ചോദിച്ചത്രേ, നിങ്ങൾ ആരാണെന്ന്. ഇടയ്ക്കിടെ ഓർമ്മകൾ തിരികെ വരും, വീണ്ടും പഴയ അവസ്ഥയിലേക്ക് പോകും. ഈ അവസ്ഥ രോഗിയേക്കാൾ ബാധിക്കുക ചുറ്റുമുള്ള പ്രിയജനങ്ങളെയാണെന്ന് ഡോക്ടർ അവനെ ഓർമ്മിപ്പിച്ചു. ചില പ്രത്യേക സന്ദർഭങ്ങൾ റീക്രിയേറ്റ് ചെയ്യുക മാത്രമാണ് കുറച്ചു നേരത്തേക്കെങ്കിലും ഇവരുടെ ഓർമ്മകൾ തിരിച്ചു കൊണ്ടുവരാനുള്ള ഏക വഴി. അവിടെ നിന്നും ഇറങ്ങുന്ന നായകൻ നായികയെ അന്വേഷിച്ച് അവർ ഒരുമിച്ച് സമയം ചെലവഴിക്കാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ബേസ്ബോൾ കോർട്ടിലെത്തുന്നു. നായകന്റെ മുഖം കാണുമ്പോൾ തന്നെ അവൻ സത്യങ്ങളെല്ലാം മനസ്സിലാക്കി എന്നവൾക്ക് മനസ്സിലാകുന്നു. നിനക്കറിയാമോ, എൻ്റെ തലയ്ക്കുള്ളിൽ ഒരു റബ്ബറുണ്ട്, ഓർമ്മകൾ മായച്ചു കളയുന്ന ഒരു റബ്ബർ. ഇത് പറഞ്ഞുകൊണ്ട് അവൾ അവനെ കെട്ടിപ്പിടിക്കുന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുന്നു. ദിവസങ്ങൾ പോകുന്നതിനനുസരിച്ച് അവളുടെ ഓർമ്മകളും നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു. അത്യാവശ്യം ഓർക്കേണ്ട കാര്യങ്ങൾ തുണ്ടുകടലാസിൽ എഴുതി വീട് മുഴുവൻ ഒട്ടിക്കുന്നു. എവിടെയെങ്കിലും വച്ച് ഓർമ്മ നഷ്ടപ്പെടുകയാണെങ്കിൽ തിരിച്ചറിയാനായി പേരും അഡ്രസ്സും മറ്റു വിവരങ്ങളും ഒരു കാർഡിൽ എഴുതി അവളുടെ കഴുത്തിൽ തൂക്കുകയും ചെയ്യുന്നു. അങ്ങനെയിരിക്കെ നായകൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ദിവസം വന്നെത്തി. നായകൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ അവർ തീരുമാനിക്കുന്നു. അതിനായി വൈകുന്നേരം ഒരു പാർട്ടി അവർ പ്ലാൻ ചെയ്യുന്നു. അന്നേ ദിവസം രാവിലെ നായകൻ ഓഫീസിലേക്ക് പോയി കഴിഞ്ഞ് നായിക അവളുടെ ഓഫീസിൽ മറന്നുവെച്ച ചില സാധനങ്ങളുമായി പൂർവ്വകാമുകൻ വീട്ടിലെത്തുന്നു. വാതിൽ തുറക്കുന്ന അവൾ അവനെ തൻ്റെ ലവറായി തന്നെ ട്രീറ്റ് ചെയ്യുകയും അടുത്തിടപഴകുകയും ചെയ്യുന്നു. എന്നാൽ നമ്മുടെ നായകൻ വരുന്നത് ഇത് കണ്ടുകൊണ്ടാണ്. ഇത് കാണുന്ന അവൻ്റെ സകല നിയന്ത്രണവും വിട്ടുപോവുകയും നായകൻ മുൻ കാമുകനെ കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നു. അവർ തമ്മിലുള്ള അടിപിടിക്കിടയിൽ അയാൾ നായികയ്ക്ക് തന്നെ ഇഷ്ടമാണെന്നും നമ്മുടെ നായകനുമായുള്ള ജീവിതം അവൾക്ക് മടുത്തതിനാലാണ് തന്നോട് ഇങ്ങനെ സ്നേഹമായി പെരുമാറിയതെന്നും പറയുന്നു. ഇത് കേൾക്കുന്ന നായകൻ വീണ്ടും പ്രകോപിതനായി അവനെ ഇടിക്കുന്നു. അവൻ്റെ വായിൽ നിന്നും മൂക്കിൽ നിന്നും ചോര ഒഴുകുന്നു. ഈ സമയമാണ് നായികയുടെ ഫാമിലിയും നായകൻ്റെ അമ്മയും ഗുരുവും അവരുടെ വീട്ടിലേക്ക് എത്തുന്നത്. ഈ ബഹളങ്ങൾ കണ്ട് അന്തം വിടുന്ന അവരോടായി നടന്ന കാര്യങ്ങളെല്ലാം നായകന് പറയേണ്ടതായി വരുന്നു. ഉള്ളിലെ വിഷമം കടിച്ചമർത്തി നായികയുടെ അച്ഛൻ അവനോട് പറയുന്നത്, നീ ഇപ്പോഴും ചെറുപ്പമാണ്, നിനക്ക് പുതിയൊരു ജീവിതം ആരംഭിക്കാമെന്നും നായികയെ അവർ ഏറ്റെടുത്തുകൊള്ളാമെന്നും പറയുന്നു. എന്നാൽ തൻ്റെ ഭാര്യയെ താൻ നോക്കുമെന്ന് അവൻ കട്ടായം പറയുന്നു. അപ്പോൾ അവിടേക്ക് നായികയും കടന്നു വരുന്നു. അവൾ പെട്ടെന്ന് സ്ഥലകാല ബോധമില്ലാതെ വാതിൽപ്പടിയിൽ നിന്നുകൊണ്ട് യൂറിൻ പാസ് ചെയ്യുന്നു. ഇത് കണ്ട് എല്ലാവരും ഷോക്കാകുന്നു. പക്ഷെ നമ്മുടെ നായകൻ ഓടി അവളുടെ അടുത്ത് ചെന്ന് അവളെ മുറിയിൽ കയറ്റി സ്വന്തം ഷർട്ടൂരി കരഞ്ഞുകൊണ്ട് അവളെ വൃത്തിയാക്കുന്നു. ശേഷം അവളെ ഹാപ്പിയാക്കുക എന്നതായിരുന്നു അവൻ്റെ മെയിൻ പ്രയോറിറ്റി. അവനൊരു വീടിൻ്റെ മോഡൽ ഉണ്ടാക്കുന്നു. അവർ ഒരുമിച്ച് കെട്ടിപ്പടുക്കാൻ ആഗ്രഹിച്ച ആ വീടിൻ്റെ മോഡൽ അവൻ ഭംഗിയായി തടിയിൽ തീർക്കുന്നു. അവൾ ആ വീട് കണ്ണിമ ചിമ്മാതെ നോക്കിയിരിക്കുന്നു. ആ സമയം അവൻ ജോലിക്കായി ഓഫീസിലേക്ക് പോകുന്നു. അപ്പോൾ അവൾ അവനെ പുറകിൽ നിന്ന് വിളിച്ച് ഐ ലവ് യു എന്ന് പറയുന്നു.
അവൻ ഓഫീസിൽ പോകുമ്പോൾ അവൾ നേരത്തെ സ്ഥിരമായി ഇങ്ങനെ പറയാറുണ്ടായിരുന്നു. അവൻ തിരിഞ്ഞ് അവളെ നോക്കി. മുഖത്തൊരു മങ്ങിയ ചിരിയിൽ മീ ടു എന്ന് അവളോടായി പറഞ്ഞ് പുറത്തിറങ്ങി. എന്നാൽ വാതിലടച്ച ശേഷം വാതിലിൽ ചാരി നിന്ന് സങ്കടം സഹിക്കാനാവാതെ അവൻ പൊട്ടിക്കരയുന്നു. പിന്നീട് ഡോക്ടറെ കാണാൻ പോകുന്ന അവൻ ഡോക്ടറിനോടായി അവൾ രാവിലെ ഐ ലവ് യു എന്ന് പറയുമ്പോൾ അവളുടെ പൂർവ്വകാമുകൻ്റെ പേരാണ് തന്നെ വിളിച്ചതെന്ന് വിഷമത്തോടെ പറയുന്നു. താൻ ജീവന് തുല്യം സ്നേഹിക്കുന്ന തൻ്റെ പങ്കാളി മറ്റൊരാളുടെ, അതും അവളുടെ മുൻ കാമുകൻ്റെ പേര് വിളിച്ച് ഐ ലവ് യു എന്ന് പറയുന്ന ഒരവസ്ഥ അവന് താങ്ങാൻ പറ്റുന്നില്ലായിരുന്നു. ഈ രോഗം ഇങ്ങനെ തന്നെയാണെന്ന് ഡോക്ടർ അവനെ ആശ്വസിപ്പിക്കുന്നു. ഈ സമയം നമ്മുടെ നായിക വീട്ടിൽ ഒളിച്ചിരിക്കുന്ന സ്റ്റിക്കി നോട്ട്സ് വായിക്കുകയായിരുന്നു. അവൾ സ്റ്റെയർ കേസിനടുത്തായി അവരുടെ വിവാഹ ഫോട്ടോ കാണുന്നു. എന്നാൽ അവൻ ആരാണെന്ന് ഓർത്തെടുക്കാൻ അവൾക്ക് കഴിയുന്നില്ല. സ്റ്റെപ്പുകൾ കയറുന്ന അവൾ അവൻ്റെ ഒരു പഴയ ബെൽറ്റ് കാണുന്നു. അപ്പോൾ അവൾക്ക് പഴയതെല്ലാം ഓർമ്മ വരുന്നു. ഇന്ന് താൻ നായകനെ തൻ്റെ മുൻ കാമുകൻ്റെ പേര് ചൊല്ലി ഐ ലവ് യു എന്ന് പറഞ്ഞത് അവൾ തിരിച്ചറിയുന്നു. പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ ഒരു തീരുമാനമെടുക്കുന്നു. തിരികെ വീട്ടിലെത്തുന്ന നായകന് ഒരു കത്ത് കിട്ടുന്നു. അവൾ അതിൽ തൻ്റെ മനസ്സ് മുഴുവൻ തുറന്നു കാട്ടിയിരുന്നു. അവൾ അവനെ അഗാധമായി പ്രണയിക്കുന്നുണ്ടെന്നും ഇനിയും അവൻ്റെ ജീവിതത്തിൽ തുടർന്നാൽ അവൻ ഇതിനും ഇരട്ടി ദുഃഖങ്ങൾ മാത്രമേ തനിക്ക് കൊടുക്കാൻ കഴിയൂ എന്നും അവൾ കത്തിലൂടെ പറയുന്നു. ഈ കത്ത് എഴുതുമ്പോഴും എൻ്റെ മനസ്സിൽ നീ മാത്രമാണ്. നീ എൻ്റെ ജീവൻ്റെ പാതിയാണ്. ഇനിയും നീ വിഷമിക്കുന്നത് എനിക്ക് കാണാൻ വയ്യ. നീ ഒരിക്കലും എന്നോട് ഐ ലവ് യു എന്ന് പറഞ്ഞിട്ടില്ല. എന്നാലും എനിക്കറിയാം നീ എന്നെ എത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ടെന്ന്. അവസാനമായി നീ എനിക്കായി ഒരു കാര്യം ചെയ്യണം. എൻ്റെ അച്ഛനെ നീ പോയി കാണണം. ഐ ആം സോറി, ഐ ലവ് യു എന്നെഴുതി അവൾ തൻ്റെ കത്ത് അവസാനിപ്പിക്കുന്നു. ആ കത്ത് തൻ്റെ മുഖത്തോട് ചേർത്തവൻ കരയുമ്പോൾ ഞാനും കൂടെ കരഞ്ഞു. നായികയുടെ അച്ഛനെ പോയി കാണുന്ന അവന് അദ്ദേഹം അവൾ തയ്യാറാക്കാൻ പറഞ്ഞ ഡിവോഴ്സ് പേപ്പേഴ്സ് കൊടുക്കുന്നു. പക്ഷേ അതവൻ അവളുടെ അച്ഛൻ്റെ മുമ്പിൽ വെച്ച് തന്നെ കീറിക്കളയുന്നു. എന്നിട്ട് അവളെ കണ്ടെത്താനായി പോലീസ് സ്റ്റേഷനിൽ പോകുന്നു. കുറച്ച് നാളുകൾക്ക് ശേഷം നായകനൊരു ലെറ്റർ വരുന്നു. നായിക അവനായി എഴുതിയ ലെറ്ററായിരുന്നു അത്. അതിലിങ്ങനെയായിരുന്നു എഴുതിയിരുന്നത്: എനിക്കിന്ന് നിന്നെക്കുറിച്ചുള്ള ഓർമ്മകൾ തിരികെ വന്നു. ഞാൻ ഇതൊക്കെ എഴുതുമ്പോൾ നിന്നെക്കുറിച്ച് മാത്രമാണ് ഓർക്കുന്നത്. നിന്നെ മറന്നു പോകുന്നതിന് മുമ്പ് ഇതെഴുതണമെന്ന് എനിക്ക് തോന്നി. അവളുടെ വരികൾ വായിച്ച് അവൻ വളരെ ഇമോഷണലാവുന്നു. ലെറ്ററിലെ അഡ്രസ്സ് തപ്പി അവൻ പോവുകയാണ്. അവൻ ചെന്നെത്തുന്നത് ഒരു നഴ്സിംഗ് ഹോമിലാണ്. അവളുടെ റൂമിലെത്തുമ്പോൾ അവൾ അവിടെ ഉണ്ടായിരുന്നില്ല. അവിടെ സൈഡ് ടേബിൾ ഒരു ബുക്കുണ്ടായിരുന്നു. അവൻ അതെടുത്ത് പേജുകൾ മറിക്കുന്നു. ആദ്യ പേജുകളിൽ അവൻ്റെ മുഖം നന്നായി വരച്ചിരിക്കുന്നു. തുടർന്ന് വരുന്ന പേജുകളിൽ മുഖത്തിന് മങ്ങലുകൾ കാണാം. അവസാനത്തിലേക്ക് അടുക്കും തോറും അതൊരു മുഖത്തിൻ്റെ ഷേപ്പ് പോലും അല്ലാതാവുന്നു. അവൻ വീണ്ടും കരയുന്നു. ശേഷം അവൻ നായികയും കൂട്ടി പുറത്തു പോകുന്നു. അവർ ആദ്യം കണ്ടുമുട്ടിയ ഷോപ്പിലെത്തുന്നു. ശേഷം നായികയെ പുറത്തു നിർത്തി അവൻ അകത്തേക്ക് പോകുന്നു. അവൾ ഡോർ തുറന്ന് അകത്തേക്ക് വരുമ്പോൾ കാണുന്നത് കോക്കുമായി പുറത്തേക്ക് ഇറങ്ങി വരുന്ന നായകനെയാണ്. അപ്പോൾ അവനെ ആദ്യമായി കണ്ട നിമിഷം അവൾക്ക് ഓർമ്മ വരുന്നു. അകത്ത് കയറി അവൾ കാണുന്നത് അവളുടെ ജീവിതത്തിലെ പ്രധാന വ്യക്തികളായ അവളുടെ അച്ഛൻ, അമ്മ, അനിയത്തി, നായകൻ്റെ അമ്മ, ഗുരു എന്നിവരെയാണ്. പതിയെ മറന്നുപോയ തൻ്റെ മുൻകാല ജീവിതം അവളുടെ കൺമുന്നിൽ തെളിയുന്നു. ഒരുപക്ഷെ കുറച്ച് നിമിഷങ്ങൾ മാത്രമായിരിക്കാം ഈ ഓർമ്മകൾക്ക് ജീവൻ ഉണ്ടാവുകയുള്ളൂ. എന്നിരുന്നാലും തൻ്റെ പ്രാണസഖിയുടെ ഓർമ്മകളെ ഇനിയും തിരികെ കൊണ്ടുവരാൻ താൻ ശ്രമിക്കുമെന്നുറപ്പുള്ള നായകൻ നായികയെ തൻ്റെ വാഹനത്തിൽ കയറ്റി വിദൂരതയിലേക്ക് ഡ്രൈവ് ചെയ്തു പോകുന്നത് കാണിച്ചാണ് ഈ സിനിമ അവസാനിക്കുന്നത്. എങ്ങനെയുണ്ടായിരുന്നു സുഹൃത്തുക്കളെ ഈ സിനിമ? ഏതോ ഒരു ചിത്രകാരൻ വരച്ച ഒരു മനോഹരമായ ചിത്രം പോലെയാണ് ഈ സിനിമ. നമ്മുടെ നല്ല നിമിഷങ്ങൾ സമ്മാനിക്കുന്നവരെ ഓർത്തു വയ്ക്കേണ്ടതിൻ്റെ, അവരെ നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ഈ സിനിമ നമുക്ക് കാണിച്ചു തരുന്നു. നമ്മുടെ കാമുകിയെ മാത്രമെന്നല്ല, അച്ഛനമ്മമാരെയും സഹോദരങ്ങളെയും സുഹൃത്തുക്കളെയും ആരെയായാലും നമ്മുടെ ജീവിതത്തിൽ വസന്തം തീർക്കുന്നവരെ കഴിവതും കൂടെ നിർത്തുക. അടുത്ത നിമിഷം എന്താണ് നമ്മളെ കാത്തിരിക്കുന്നതെന്ന് അറിയാത്തൊരു പ്രപഞ്ചത്തിലെ ഒരു ചെറിയ അണു മാത്രമാണ് നാം എന്നുള്ള തിരിച്ചറിവ് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവട്ടെ. ഓർമ്മകൾ മരിച്ചാൽ ആ വ്യക്തി മരിച്ചതിന് തുല്യമാണെന്നല്ലേ? ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയുടെയും ഓർമ്മകൾ മരിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം. ഒരുപക്ഷെ അവരുടെ ചെറുപ്രായത്തിലെങ്കിലും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. ഈ സിനിമ നിങ്ങൾക്ക് നെറ്റ്ഫ്ലിക്സിൽ കാണാവുന്നതാണ്. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ ഈ സിനിമ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയതെന്ന് പറയാമോ? നിങ്ങളുടെ മനസ്സിൽ എങ്ങനെയാണ് ഈ സിനിമ സ്വാധീനിച്ചതെന്ന് എനിക്ക് പറയാമല്ലോ.
ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. താങ്ക്